ഹലോ, നമുക്ക് മധുര വരെ ഒന്ന് പോയി വന്നിട്ട് മധുര അമ്പലമൊക്കെ ഒന്ന് കണ്ട് അവിടെ അടുത്തുള്ള കുറച്ച് കുട്ടി ഷോപ്പിംഗ്, കുറേ വളകളും സാരികളും ഒക്കെ വാങ്ങിച്ച് അവിടുത്തെ കുറച്ച് ഫുഡും കഴിച്ച് അടിച്ചു പൊളിച്ച് വരാം കേട്ടോ. നമ്മൾ കാറിൽ റോഡ് ട്രിപ്പായിട്ടാണ് കേട്ടോ മധുരയ്ക്ക് പോയത്. നമ്മൾ പോയത് കുമളി തേനി റൂട്ടാണ്. നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത്. എന്നിട്ട് മെല്ലെ ഡ്രൈവ് ചെയ്ത് ആടിപ്പാടി പോയി നമ്മൾ കുമളിയിൽ നല്ലൊരു അടിപൊളി സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം അവിടെ നിന്ന് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് മെല്ലെ ആട്ടോ ഇറങ്ങിയത്. ഈ റൂട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. തമിഴ്നാടിൻ്റെ കറക്റ്റ് ഒരു ഗ്രാമഭംഗിയൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലത്തു കൂടിയാണ് കടന്നു പോയത്. അപ്പോൾ നമ്മൾ ആദ്യം തേനി എത്തിയപ്പോൾ അവിടെ ഒരു മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കമ്പം അവിടെ അടുത്തുള്ള ഒരു മുന്തിരിത്തോട്ടമാണ്. നമ്മുടെ കുമളിയിലുള്ള റിസോർട്ട് ജസ്റ്റ് ഹാഫ് ആൻ അവർ ദൂരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തേക്കടി കുമളി കാണുകയാണെങ്കിൽ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ ഉലാത്തി ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് എൻട്രി ഫീസൊന്നുമില്ല, പക്ഷേ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അവിടെ തന്നെ വാങ്ങിക്കാം. ഈ തോട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മുന്തിരിയൊക്കെ വാങ്ങിച്ച് ഒരു മണിക്കൂറൊക്കെ ഇവിടെ ചിലവഴിച്ചിട്ട് ആണ് നമ്മൾ പിന്നെ മധുരയ്ക്ക് പോയത്. ബൈ ദ വേ നമ്മൾ അപ്പോഴേക്കും ഉച്ച സമയമായതുകൊണ്ട് തേനി അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ലഞ്ചിനും കയറിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിച്ച് ഇത് നമ്മൾ മധുരയ്ക്ക് നേരെ വിട്ടു കേട്ടോ. മധുര ഒരു ഫുഡീസ് പാരഡൈസ് ആണ്. അവിടെ ഒരുപാട് തനതായ ലോക്കൽ ഐറ്റംസ് ഉണ്ട് ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ രാത്രി അവിടെ എത്തി ഒരു റൂമിൽ ചെക്ക് ചെയ്തിട്ട് നടന്ന് തീറ്റയായിരുന്നു കേട്ടോ. ഈ ബൺ പൊറാട്ട മസ്റ്റ് ട്രൈ ആണ്. അതിൻ്റെ പുറത്തേക്ക് ഇവിടെ പല ടൈപ്പ് മട്ടൺ ഐറ്റംസ് കിട്ടും, അതുകൊണ്ട് ഒഴിച്ചാൽ കഴിക്കുക. പിന്നെ ഇവിടുത്തെ ഫേമസ് ജിഗർദന്തയാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജിഗർദന്ത ഒരു സ്വീറ്റ് ഐറ്റമാണ്. ഞങ്ങൾക്കിത് പാലട പായസം തണുപ്പിച്ച് അതിൻ്റെ പുറത്ത് ഐസ്ക്രീം ഇട്ട ടേസ്റ്റാണ് തോന്നിയത്, പക്ഷേ മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള ധാവണി മുണ്ടും ഷർട്ടും ജുബ്ബയൊക്കെ ഇട്ടിട്ടാട്ടോ എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നേ അമ്പലത്തിൽ പോകാനായിട്ട്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ ഇരുന്ന ഹോട്ടലിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്റേഴ്സ് എന്തായിരുന്നു. പക്ഷെ നല്ല ട്രാഫിക്കായിരുന്നു. പിന്നെ മധുരയിൽ മൊത്തം കൺസ്ട്രക്ഷൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ ട്രാഫിക് നല്ലോണം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അമ്പലത്തിലെത്തിയിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു, മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു. ഇവിടുത്തെ ചേച്ചിമാർ നമുക്ക് വെച്ച് തരും കേട്ടോ. ഇപ്പോൾ രസം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ പിന്നൊന്നും ഇല്ലെങ്കിലും അവർ നമുക്ക് അവരുടെ കയ്യിൽ പിന്നൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും. എല്ലാം വെച്ച് തലയിൽ സെറ്റാക്കി തരുന്നതാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറയും ഫോണൊന്നും അലൗഡ് അല്ല. അതൊക്കെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അതിനുള്ള കൗണ്ടറുകളുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 500 റുപ്പീസ് കൊടുത്തിട്ട് സ്പെഷ്യൽ ദർശൻ പാസ് കൊടുക്കാം. ഞങ്ങൾ നോർമൽ ദർശനമാണ് ചെയ്തത്, കാരണം അന്ന് കുറച്ച് തിരക്ക് കുറവാണെന്ന് പുറത്തുള്ള കടക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തൊഴുത് പുറത്തിറങ്ങുമ്പോൾ കുറേ കടകളുണ്ടാവും. കുപ്പികളൊക്കെ നല്ല രസമാട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നിറയെ വളകളൊക്കെ വാങ്ങിച്ചു കേട്ടോ. നടയിൽ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം നല്ല ഷോപ്പിങ്ങുകളൊക്കെ ചെയ്യാം. പിന്നെ ഞങ്ങൾ നേരെ ഷോപ്പ് ചെയ്യാനായിട്ട് സാരി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നടക്കുന്ന ഇങ്ങനെ ചോദിച്ചപ്പോൾ ഓരോരുത്തർ കുറച്ച് കടകളും ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ സാരി, മധുരയിലുള്ള ഫേമസ് ടൈപ്പ് സാരിയാണ് സുംഗടി സാരി. അതിൽ പ്ലെയിൻ സാരിയാണ്. സ്റ്റാർട്ടിംഗ് റേറ്റ് ഒരു 550 ഓൺവേർഡ്സ് ആണ്. ഇവിടെ കുറേ സാരി ഷോപ്സ് ഒക്കെ ഉണ്ട്. തപ്പിക്കഴിഞ്ഞാൽ കുറേ സാരിക്കടയിൽ കയറിയപ്പോൾ ഞാൻ നാഗവല്ലിയുടെ അവസ്ഥയായിട്ട് എല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ട് ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. എനിക്കാണെങ്കിൽ എല്ലാം വേണമെന്ന് അമ്മാതിരി കളേഴ്സാണ്, ഭയങ്കര രസമാണ്. സോ ഈ സാരിയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരൈ സുംഗടി സാരീസാണ്. ബേസിക്കലി കോട്ടൺ സാരീസാണ്. ഒരു 800 to 1000 റേഞ്ചിലുള്ള സാരീസാണ് ഞങ്ങൾ പിക്ക് ചെയ്തത് കേട്ടോ. ഞാനിവിടുന്ന് 2 തരം സാരീസാണ് മെയിൻലി എടുത്ത്, മധുരൈ സുംഗടി സാരീസും കല്യാണി കോട്ടൺ സാരീസും. അപ്പോൾ ഞാനൊരു റെഫറൻസ് പിക്ചർ ഇവിടെ ഇടുന്നുണ്ട്. ഈ സാരി എടുത്ത് നല്ല രസമായിട്ടോ കാണാനായിട്ട്, ഒരുപാട് കോംപ്ലൈൻസ് കിട്ടും. പിന്നെ ഈ സാരീസ് മധുരയിൽ പോയി വാങ്ങിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഓൺലൈനിലും തപ്പിയൊക്കെ കിട്ടും കേട്ടോ. അത്രയൊക്കെയുള്ള മധുരയിലെ വിശേഷങ്ങൾ. ഞങ്ങൾ മധുരയിൽ ഏകദേശം ഒരു രാത്രിയും പിറ്റേ ദിവസം ഉച്ച വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് നേരെ മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്ക് ഇറങ്ങി. അതൊരു 2-2.5 മണിക്കൂർ ഡ്രൈവായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.